ഇന്നത്തെ ഡൽഹി പഞ്ചാബ് മത്സരം ഉപയോഗിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. IPL-ലെ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഡൽഹിയും പഞ്ചാബുമാണ് നേർക്കുനേർ വന്നത്. ഇന്ന് പഞ്ചാബ് 10 ഓവർ കളിച്ചിട്ടുണ്ടായിരുന്നു. 122 റൺസാണ് പഞ്ചാബ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് കളി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കളി നിർത്തലാക്കിയിരിക്കുന്നത്. ഇന്നത്തെ മത്സരം ഉപേക്ഷിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പഞ്ചാബിന് ഇന്ന് 1 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈഡ് ആയി. പഞ്ചാബിന് ഇപ്പോൾ 16 പോയിന്റ് ഉണ്ട്. ഇന്ന് ഡൽഹിക്കും 1 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഡൽഹി ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. ഡൽഹിക്ക് ഇതോടുകൂടി 14 പോയിന്റ് ആയിരിക്കുകയാണ്. ഇനി ഡൽഹിക്ക് ഒരു മാച്ച് ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. നിലവിൽ 1ാം സ്ഥാനത്തുള്ളത് ഗുജറാത്താണ്. അവർക്ക് 16 പോയിന്റ് ഉണ്ട്. ഗുജറാത്ത് പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. രണ്ടാമതുള്ള RCB ടീമിനും 16 പോയിന്റ് ഉണ്ട്. അവരും പ്ലേ ഓഫിലെത്തി. 3 ടീമുകൾ ഇതിനോടൊക്കെ തന്നെ പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഓരോ സ്ലോട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിലേക്ക് വേണ്ടി മുംബൈ ഇന്ത്യൻസ്, ഡൽഹി, കൊൽക്കത്ത, ലക്നൗ ഈ 4 ടീമാണ് മത്സരിക്കുന്നത്. നിലവിൽ 4ാം സ്ഥാനത്ത് മുംബൈ ഉണ്ട്. അവർക്ക് 14 പോയിന്റ് ഉണ്ട്. ഇനി ഒരു മാച്ച് ജയിച്ചാൽ മുംബൈയും പ്ലേ ഓഫിലെത്തും. ഇതേ സമയം ഡൽഹി ടീമാണ് 5ാം സ്ഥാനത്ത്. അവർക്കും ഒരു മാച്ച് ജയിച്ചാൽ 16 പോയിന്റ് ആകും. അങ്ങനെയാണെങ്കിൽ ഡൽഹി ടീമും പ്ലേ ഓഫിലെത്തും. ഇങ്ങനെ വരുമ്പോൾ നെറ്റ് റൺ റേറ്റ് കൂടുതൽ ആർക്കാണോ അവരായിരിക്കും പ്ലേ ഓഫ് കളിക്കുന്നത്. നിലവിൽ മുംബൈ ടീമിന് +1.1 നെറ്റ് റൺ റേറ്റ് ഉണ്ട്. IPL-ലെ എല്ലാ ടീമിനേക്കാളും ഏറ്റവും കൂടുതൽ റൺ റേറ്റ് ഉള്ളത് മുംബൈ ടീമിനാണ്. അതുകൊണ്ട് മുംബൈ ടീം പ്ലേ ഓഫിലെത്താനാണ് സാധ്യത. ഇനി കൊൽക്കത്ത ടീമിന് 11 പോയിന്റും ലക്നൗ ടീമിന് 10 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇവർക്കും ഇനിയുള്ള മാച്ച് ജയിച്ചാൽ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. CSK, രാജസ്ഥാൻ, ഹൈദരാബാദ് ഈ 3 ടീമുകൾ ഒഫീഷ്യലായിട്ട് പുറത്തായിരിക്കുകയാണ്. അവർക്കിനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ IPL മത്സരങ്ങൾ റദ്ദാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സീസൺ IPL നിർത്തിയേക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.